ആകെ 300 രൂപ നൽകിയാൽ വീട്ടിൽ കർട്ടനിട്ട് നൽകാമെന്ന് അവകാശപ്പെട്ടെത്തിയവർ ജോലി കഴിഞ്ഞപ്പോൾ 25,000 രൂപ വേണമെന്നായി. വയോധികരായ ദമ്പതികളെ കബളിപ്പിച്ച പണവുമായി കടന്നുകളയാനായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം. എന്നാൽ വിദേശത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ CCTVയിലൂടെ കാണുകയായിരുന്ന മകൻ ഇടപെട്ട ആ തട്ടിപ്പ് പൊളിച്ചടുക്കി. കോട്ടയം ജില്ലയിലെ മണിമല കടയിനിക്കാട് സ്വദേശിയായ KT തോമസിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിനുള്ള ശ്രമം നടന്നത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന തട്ടിപ്പാണ്. നിരവധി വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഓരോ ദിവസവും നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടുന്നത്. പ്രായമുള്ള ആളുകളും അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളാണ് ഇത്തരം തട്ടിപ്പുകാർ തിരഞ്ഞെടുക്കുന്നത്. എന്താണെങ്കിലും ആ തട്ടിപ്പ് സംഘം ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. മാറ്റിയിട്ട് പുതിയ വീട്ടിൽ അട്ടം ചെയ്ത് തരാം, പുതിയ TV ഇതിനൊക്കെ പോയിട്ട് ആകെ 300 ബിസിനസ് 99 രൂപ. അപ്പൊ നമ്മൾ തന്നെ പുതുപ്പള്ളി ഓയിൽ ഏജൻസിയാണ്. അത് വാർഷികമായതുകൊണ്ട് ഈ പഴയ ഉള്ളവർ കൊടുക്കുന്ന ഒരു ഓഫറാണ്. അപ്പൊ ഈ വളരെ പോയി കിട്ടുകയും ചെയ്യും. റീചാർജ് ആകെ മുടക്ക് 300 രൂപ. ആകെ 300 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതൊരു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഓഫറാണ്, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുന്നില്ല, പിന്നെ എന്താ ചെയ്യുന്നതിനെന്താ കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞാൽ ഇത് വേണ്ട, ഇത് 10 കൊല്ലമായിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് മാറിത്തരാമെന്ന്. പക്ഷെ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞിട്ട് വെറും 300 രൂപ, മൊത്തം 300 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അളക്കാൻ തുടങ്ങി. അളന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് അളക്കുന്നത്? വല്ലാതെ ചുമ്മാ അറിയാൻ വേണ്ടിയിട്ടാണ്, എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ കമ്പനിയുടെ സേവിന് വേണ്ടിയിട്ടാണ്, അതിന് പരസ്യമാണ്, അതിന് രസീത് വരെ തരും, 10 കൊല്ലത്തേക്ക് നിങ്ങൾ ഒരു പൈസ പോലും മുടക്കണ്ടെന്ന് അന്നേരം പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ 28,200 രൂപ വേണം. അപ്പം 3,200 രൂപ പഴയ സാധനത്തിന് തരും, പോയിട്ട് 25,000 രൂപ തരണമെന്ന്. 25,000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത്രയും തരാമെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ 300 രൂപ അല്ലേ നിങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മൊത്തം ഇപ്പോൾ ഇത്രയും രൂപയുടെ ആയെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് 300 രൂപ ഒരു സ്ക്വയർ ഫീറ്റിനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞല്ലേ? ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു സ്ക്വയർ ഫീറ്റിനാണ് 300 രൂപ പറഞ്ഞത്. അപ്പോൾ 97 മിച്ചമുണ്ട്, സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അവിടെ മൊത്തം 28,200 രൂപ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഴിച്ചെടുത്തോളാൻ പറഞ്ഞു. തന്നേ പറ്റുള്ളൂ, ഞങ്ങൾ ചെയ്തു പോയില്ലേ, ചെയ്തതുകൊണ്ട് തരണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ചെയ്തു പോയത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് താങ്കൾ പൈസ കൊടുക്കാൻ തയ്യാറായി. പ്രശ്നം ഉണ്ടാകേണ്ട ആൾക്കാർ അറിയില്ല, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാകും. 28,000 രൂപയുടെ പണി വെച്ചാൽ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അതുകൊണ്ടെന്നാൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് പ്ലാനിട്ടു. ഗൂഗിൾ പേ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മകൻ വിദേശത്ത് നിന്ന് വിളിച്ച് പറഞ്ഞു ഞാൻ കൊടുത്തോളാം. എന്താണെങ്കിലും ഈ സമയത്ത് ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ വിദേശത്തിരുന്നു കൊണ്ട് മകൻ CCTV ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ മകൻ തന്നെ പറയും. ഒരു 3 പേര് വന്നിട്ട് വീട്ടിൽ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. 2 പേർക്കും ചെവിക്ക് കേൾവിക്കുറവുണ്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞു കട്ടന് ഒരു 300 രൂപ, ആകെ മൊത്തം 300 രൂപ തരുവാണെങ്കിൽ ഞങ്ങളത് മൊത്തത്തിൽ ഇട്ട് തരാന്ന് പറഞ്ഞു. കട്ടന് താഴത്തെ കുഴപ്പമില്ല, മുകളിലത്തെ മുറിയില് അല്ല, ആ വെളിയിലത്തെ കട്ടന് ഇട്ട് തരാൻ. അതന്നെ. അപ്പം അപ്പൻ ആദ്യം പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് പഴയതിന് 3,200 രൂപ തരാം, ആകെ മൊത്തം 300 രൂപ അതിന് തന്നാൽ മതി, ഞങ്ങളത് മൊത്തത്തിൽ ഇട്ട് തരാം, നിങ്ങൾ അതിൽ ഒരു പൈസയും തരണമെന്ന് പറഞ്ഞു. പക്ഷെ ആ രീതിയിൽ അവർ പിന്നെ കയറി അങ്ങ് പോവാണ്, മുകളിലോട്ട് കയറി അങ്ങ് പോവാണ്. 300 രൂപ മതി എന്നാണ് അന്ന് ഒരു അന്തരഘട്ടം അവർ പറയുന്നത്. 300 രൂപ മതി എന്ന് പറഞ്ഞു. അവർ നല്ല രീതിയിലാണ് ഇടപെടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിനൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് ഇടപെടുന്നത്. അവർക്ക് മനസ്സിലായി അവർ ഈ നോക്കുന്ന കൂടുതൽ സാമ്പത്തികമുള്ള വീടൊക്കെ കാണുമ്പോൾ അറിയാം, ഇച്ചിരി സാമ്പത്തികം ഉണ്ടോ ഇല്ലെന്നുള്ള അറിയാൻ പറ്റും. അത് രീതിയിലനുസരിച്ചാണ്. പിന്നെ പ്രായമുള്ളവരോ അല്ലെങ്കിൽ ഇച്ചിരി ഇതുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. മോളിൽ കയറിയിട്ട് അവർ പണി അങ്ങോട്ട് തുടങ്ങി. പണി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അളന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 25,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അപ്പം പറഞ്ഞു 300 രൂപ അല്ലെന്ന് ചോദിച്ചു. പറഞ്ഞു അത് സ്ക്വയർ ഫീറ്റിനാ 300 രൂപ എന്ന്. 94 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് മറ്റേതിന്റെ പൈസയും കുറച്ചപ്പോൾ 25,000 രൂപയെന്ന് പറഞ്ഞു. അപ്പം നാണക്കേടായില്ലേ, നമ്മൾ ഇനി കൊടുത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ട് മുറിച്ചു പോയല്ലോ. അവര് പറയുന്നുണ്ട് മുറിച്ചു പോയി, ഇനിയിപ്പോ ഒന്നും പറ്റത്തില്ല, നാണക്കേട് വേണം, പപ്പ അങ്ങ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അപ്പോഴാണ് ഞാൻ ഇപ്പൊ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ CC ക്യാമറ നോക്കിയപ്പോഴത്തേക്കിന് ഫാദർ എന്തോ ഗൂഗിൾ പേ വഴി ചെയ്യുന്നത്. അപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പൊ ഞാൻ ഉടനെ CC ക്യാമറ വഴി ഞാൻ അങ്ങോട്ട് അവരോട് ചോദിച്ചു ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. അത് അവർ കേട്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ അവരോട് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പൊ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ അവിടുന്ന് ഗൂഗിൾ പേയുടെ നമ്പർ എനിക്ക് അങ്ങ് തന്നു. ഞാൻ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. അവരെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണ്. എന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തിനാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് കട്ടൻ ചെയ്താണ് 25,000 രൂപ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് കാര്യം ചോദിച്ചു. നിങ്ങൾ ആദ്യം മൊത്തത്തിൽ വില പറഞ്ഞെന്ന് ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അവരെന്റെ ഫോണ് കട്ട് അങ്ങ് ചെയ്തു. മനപ്പൂർവ്വം അവർ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അപ്പനോട് പറയുവാണ് പേയ്മെന്റ് ഇത് ചെയ്യാൻ വേണ്ടി, അത് ഗൂഗിൾ പേ വഴി പൈസ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പതുക്കെ പറയുന്നുണ്ട്. ഇത് എനിക്ക് CC ക്യാമറ വഴി എനിക്കിത് കേൾക്കാൻ പറ്റുമായിരുന്നു അവരൊക്കെ പറഞ്ഞ കാര്യം. എന്നിട്ട് ഞാൻ പിന്നെ പപ്പായെ വിളിക്കുമായിരുന്നു ചെയ്തത്. പപ്പായെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ പൈസ കൊടുത്ത് ഇത്രയും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പപ്പ പറഞ്ഞു അവർ 300 രൂപ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി റെഡിയായെന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ സംസാരിച്ച് അവരോട് പറഞ്ഞു പോലീസിനെ വിളിക്കും, നിങ്ങൾ ഇത്രയും രൂപ നിങ്ങൾ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. പിന്നെ അവസാനം എന്റെ ചേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴാണ് CC ക്യാമറ ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോ എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പേടിയായി. അപ്പൊ പിന്നെ അവസാനം പിന്നെ അവർ അഴിച്ചോണ്ട് പോകുമായിരുന്നു. ലാസ്റ്റ് പോലീസിനെ വിളിക്കുമെന്നൊരു ഘട്ടമെത്തിയപ്പോഴത്തേക്ക് ഇത് അഴിച്ചുകൊണ്ട് അവർ തന്നെ ഇവിടുന്ന് പോകുമായിരുന്നു. ആ അതെ, ഞാൻ പോലീസിനെ വിളിക്കും, നിങ്ങൾ അഴിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഏതായാലും ഞാൻ തരത്തില്ല, നിങ്ങളെ 300 രൂപ എന്ന് പറഞ്ഞത് സാധനത്തിന് തരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അത് അവര് ആദ്യം ആ രീതിയിലാണ് എല്ലാവരോടും പറയുന്നത് 300 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് അവസാനം പറയുന്നത് സ്ക്വയർ ഫീറ്റിനാണെന്നുള്ളത്. അവരത് പറയത്തില്ല സ്ക്വയർ ഫീറ്റിനാണെന്നുള്ളത്. ലാസ്റ്റ് പോകാറായപ്പോൾ അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 10,000 രൂപ അത് കഴിഞ്ഞിട്ട് ബാക്കി 15,000 രൂപ പിന്നെ തന്നാൽ മതി എന്നുള്ള എല്ലാ രീതിയിലും പറയുന്നുണ്ട്. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അത് ചെയ്യാം. നമ്പർ 25,000 മൊത്തം പഴയതെടുത്ത് അത് 3,200 രൂപയ്ക്ക് കേൾക്കുന്നത്. അതെ, നമ്മൾ മുറിച്ചു പോയി സാറേ, അതുകൊണ്ടാണ്. സാറേ മൊത്തത്തിലിട്ട് 94 സ്ക്വയർ ഫീറ്റും ഉണ്ട്. നമ്മളതെല്ലാം ചെറിയ ചെറിയ പീസാക്കിപ്പോയി സാറേ. കൃത്യസമയത്ത് ആ മകൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിന് പണം നഷ്ടപ്പെടാതിരുന്നത്. ഇല്ലെങ്കിൽ 25,000 രൂപയുമായി ആ തട്ടിപ്പ് സംഘം കടന്നുകളയുമായിരുന്നു. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പാണ്. നിരവധി വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഓരോ ദിവസവും നിരവധി ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കോട്ടയം മണിമലയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.